കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുകയാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ബജറ്റിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനും ഒക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവെ കരുതുന്നത്. മാത്രമല്ല, നിർമ്മല സീതാരാമൻ ഇതൊരു ചരിത്ര നേട്ടമാണ്. 8ാമത്തെ ബജറ്റാണ് ധനമന്ത്രി എന്ന നിലയിൽ അവർ അവതരിപ്പിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, കേരളം വലിയ പ്രതീക്ഷയിലാണ്. ഗുഡ് മോർണിംഗ്. മാത്രമല്ല, കോഴിക്കോട് എയിംസ് കിട്ടുമോ, അതുപോലെ നമ്മൾക്ക് ഒരുപാട് സ്പെഷ്യൽ പാക്കേജ് ലഭിക്കുമോ, ഇതൊക്കെ നമ്മുടെ പ്രതീക്ഷയും ചിന്തയുമാണ്. നമ്മുടെ പ്രതീക്ഷയ്ക്ക് ചിറക് മുളയ്ക്കുമോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഒപ്പം തന്നെ രാജ്യം മുഴുവൻ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ബജറ്റിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ധനമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ രാജ്യം സാമ്പത്തിക സ്ഥിരത തുടരും എന്ന് തന്നെയാണ് പ്രവചിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് രാജ്യത്തെ ഒരു തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തെല്ലാമായിരിക്കും ധനമന്ത്രിയുടെ ഈ ബജറ്റിൽ ഉണ്ടാകുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് സമ്മർദ്ദങ്ങളില്ലാത്ത ഒരു ബജറ്റാണ് ഇത്തവണത്തേത്. തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുന്നില്ല. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് തെരഞ്ഞെടുപ്പുകളോ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ ധനമന്ത്രിക്ക് മുന്നിലില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തെ സാമ്പത്തിക യാഥാർത്ഥ്യം മനസ്സിലാക്കിയുള്ള ഒരു ബജറ്റായിരിക്കും ഇത് എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അതിൽ നികുതി സ്ലാബുകളിൽ മാറ്റമുണ്ടാകുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. കൂടാതെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ നിക്ഷേപം അല്ലെങ്കിൽ വലിയ നീക്കിയിരിപ്പ് ഇത്തവണ അനുവദിക്കും ധനമന്ത്രി എന്ന് കണക്കാക്കുന്നുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം കേരളത്തിന് ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ വയനാട് ദുരന്തം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം പലതവണ കേന്ദ്രത്തോട് ധനസഹായം തേടിയിരുന്നു. ഈ കേന്ദ്ര വിഹിതം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇത് ഇത്രയും നാൾ വൈകിയെങ്കിലും ഈ ബജറ്റിനോടൊപ്പം തന്നെ ധനമന്ത്രി ഇത് പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷ കേരളത്തിന് ഉണ്ട്. ഒപ്പം തന്നെയാണ് കേരളം മുന്നോട്ട് വച്ചിരിക്കുന്ന പല പദ്ധതികൾ. അതിൽ എയിംസ്, സിൽവർ ലൈൻ തുടങ്ങിയ പദ്ധതികളുണ്ട്. എയിംസ് കേരളം കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിനായുള്ള സ്ഥലം ഉൾപ്പെടെ ഏറ്റെടുത്തു കഴിഞ്ഞതായുള്ള കാര്യങ്ങളെല്ലാം തന്നെ ധനമന്ത്രിയെ നേരിട്ട് സംസ്ഥാന ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പല രീതിയിൽ ഈ കാര്യങ്ങൾ, കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിക്കപ്പെടും എന്ന വലിയ പ്രതീക്ഷ കേരളത്തിന് ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതലായി വയനാട് സഹായം സംബന്ധിച്ച് എന്തായാലും ഇന്ന് രാവിലെ 11 മണിക്കായിരിക്കും ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുക. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.